ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ നല്ല അടിപൊളി വിശേഷത്തിലിരിക്കുകയാണ്. വി ആർ ഗെറ്റിംഗ് എ ന്യൂ കാർ. സോ അതിൻ്റെ സ്ഥലത്ത് ഞാനിപ്പോൾ വന്നേക്കുക. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ടൊയോട്ടയുടെയാണ്. ഞാനകത്ത് ചെല്ലട്ടെ. സോ യെസ്, ഇന്നത്തെ വ്ളോഗ് വിൽ ഓൾ അബൌട്ട് ബി ബൈക്ക് ദ ന്യൂ കാർ. നമ്മുടെ പഴയ വണ്ടി വിറ്റു, അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. സോ യെസ്, വെൽക്കം ടു എ കാർ എപ്പിസോഡ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ വണ്ടി പോവുകയാണ്. നമ്മുടെ പെട്രോൾ അങ്ങനെ ഇവനോട് നമ്മൾ ബൈ പറയുക. ഇപ്പോൾ ഒരാളകത്ത് വന്നിട്ടുണ്ട്. പുള്ളി അഗ്രി ചെയ്തു മേടിക്കാനായിട്ട്. അയ്യോ, പുള്ളി മേടിക്കുന്നേ വിചാരിച്ചില്ല കേട്ടോ. ബിക്കോസ് ഞങ്ങളിപ്പോൾ ജസ്റ്റ് ട്രിപ്പ് പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പം വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടായപ്പം സ്റ്റാർട്ടൊക്കെ ആവുന്നില്ല. ബാറ്ററി ഇഷ്യൂ ഉണ്ടായിരുന്നു. വണ്ടിയുടെ ലൈറ്റ് ഓണായി കിടക്കായിരുന്നു. ഇതുവരെ ബാറ്ററി ഇഷ്യൂ ഇല്ലാത്ത വണ്ടിക്ക് പെട്ടെന്ന് ബാറ്ററി ഇഷ്യൂ. പുള്ളിയാണെങ്കിൽ വന്നതും അത് കണ്ടുപിടിച്ച്. ആൻഡ് എനിവേ പിന്നെ ജംപ് സ്റ്റാർട്ടൊക്കെ ചെയ്ത് ഫുൾ ഡ്രാമയായിരുന്നു. പക്ഷെ നല്ലൊരു മനുഷ്യൻ. പുള്ളിക്ക് അതൊന്നും കുഴപ്പമില്ലായിരുന്നു. വണ്ടി മൊത്തം ഓടിച്ചു. ആൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല വണ്ടിയാണ്, ക്ലാസ് വണ്ടിയാണ്. അത് ബാറ്ററിയുടെ ഒരു പ്രശ്നം മാത്രം. ബാറ്ററി മാറിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇയാൾ പോയി, പുതിയ ആൾ വരാൻ പോവുക. ഇത് നമ്മുടെ പേഴ്സണലൈസ് പ്ലേറ്റ് ആയതുകൊണ്ട് നമ്മളൊരു വണ്ടി വിൽക്കുമ്പം ഈ പ്ലേറ്റ് നമ്മൾ ഊരിയിട്ട് പുതിയ ഒരു ടെമ്പററി പ്ലേറ്റ് ഈ വണ്ടിയിൽ വെച്ചിട്ടാണ് നമ്മളിത് വിൽക്കുന്നത്. ആൻഡ് നമ്മളിപ്പോൾ പുതിയ വണ്ടി മേടിക്കുന്നതുകൊണ്ട് ഈ പ്ലേറ്റ് നമ്മൾ തിരിച്ച് നമ്മുടെ ഡീലർഷിപ്പിൽ കൊടുത്താൽ അത് നമ്മുടെ പുതിയ വണ്ടിയിൽ അവർ ഫിക്സ് ചെയ്ത് അതിനനുസരിച്ച് അവർ രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്താണ് നമുക്കിനി വണ്ടി തരാൻ പോകുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ പുതിയ നമ്പർ പ്ലേറ്റ് കിട്ടി. സോ ഇത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ പുതിയ വണ്ടിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടി ഇതുവരെ കിട്ടിയിട്ടില്ല. ബിക്കോസ് അത് ഷിപ്പിൽ വരുന്നതേ ഉള്ളൂ. സോ നമ്മുടെ പേഴ്സണലൈസ് പ്ലേറ്റ് ആയതുകൊണ്ട് ഈ പ്ലേറ്റ് അവിടെ ഷോറൂമിൽ കൊടുത്തിട്ട് അവരവിടെ കീപ്പ് ചെയ്യും. ആൻഡ് അവർ നമുക്ക് ഇതുപോലെ ഈ വേറെ പ്ലേറ്റ് തരും ടു പുട്ട് ഇൻ ദ ഓൾഡ് കാർ. നമ്മുടെ സ്റ്റാൻഡേർഡ് പ്ലേറ്റ് നമ്മുടെ ഇത് നിസാനിലിടാനായിട്ട് എടുത്താൻ പറ്റുമോ? സോ എനിവേസ് അതാണ് ഇപ്പോഴത്തെ. കാരണം പേഴ്സണലൈസ് പ്ലേറ്റ് നമുക്ക് നമ്മുടെ പുതിയ കാറിലോട്ട് മാറ്റാം. അപ്പോൾ പുതിയ കാറ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരാൾ എന്നോട് പറഞ്ഞത് 2 മാസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പൊ 2 മാസം പഴയ നമുക്ക് ഒരു വണ്ടിയിൽ പോവാം എന്നൊക്കെ. പക്ഷെ മിക്കവാറും ഒരു 2-3 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു. കാരണം അത് ഓൾറെഡി ഷിപ്പിൽ കയറിയിട്ടുണ്ട്. സോ സംടൈംസ് ഡിലേ വരും. കാരണം നമ്മുടെ പഴയ ഒരു വണ്ടി മേടിച്ചപ്പം അത് 8 മന്ത്സോളം നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നു വണ്ടി കിട്ടാനായിട്ട്. പക്ഷെ ഇതിപ്പം അവർക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. നമുക്ക് ലാസ്റ്റ് മിനിറ്റ് സ്റ്റോക്കായിട്ട് കിട്ടിയത്. നോർമലി ഭയങ്കര വെയിറ്റിംഗ് പീരീഡ് ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ലാസ്റ്റ് മിനിറ്റ് അവൈലബിലിറ്റി ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമുക്ക് ക്യാൻസലേഷൻ വന്നിരുന്നു. അതുകൊണ്ടാണ് പിന്നെ നമുക്ക് കിട്ടിയത്. അപ്പോൾ യെസ്, പുതിയ വണ്ടി നമുക്ക് അത് ഏതാന്നൊക്കെ മേടിക്കുമ്പോൾ കാണിക്കാം കേട്ടോ. നമ്മുടെ എത്രാമത്തെ വണ്ടിയല്ലേ വെച്ചത്? ഞങ്ങളിവിടെ വന്നിട്ട് 13 years ആയി. ഇതിന്റെ ഈ സമയം കൊണ്ട് ഒരു 15 കാർസ് എങ്കിലും മാറിയിട്ടുണ്ട്. ഇല്ലേ? ഇല്ല ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ഉണ്ട്. നമ്മുടെ 2 പേരുടെ വണ്ടിയായിട്ട് പറയാം. ആദ്യത്തേത് അതൊരു 2-seater കാറായിരുന്നു. $1000 നമ്മൾ മേടിച്ച വണ്ടി. അയ്യോ, അത് നമ്മള് വണ്ടി ഗറാജിൽ കിടന്നതിനെക്കാട്ടി കൂടുതൽ അത് വർക്ക്ഷോപ്പിലാണ് കിടന്നിരുന്നത്. നമ്മൾ വന്ന സമയത്ത് മേടിച്ച വണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇത് മേടിച്ചു, ക്യാമറി. അത് ഒരു $3000 മേടിച്ചതാ. ഇത് ഈ പാട്ടവണ്ടിയാന്ന് കണ്ടപ്പം അത് ക്യാമറി മേടിച്ചു. പക്ഷെ അത് കുറേ നാള് നമ്മൾ യൂസ് ചെയ്തു. പണ്ടത്തെ 2000 ക്യാമറി, പഴയൊരു ക്യാമറ മേടിച്ചു. പക്ഷെ അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മള് ഇത് ക്ലൂഗർ മേടിച്ചു. ക്ലൂഗർ ആയിരുന്നു നമ്മുടെ ബിഗ് കാർ. നമ്മളപ്പോ രണ്ടുപേർക്കും ജോലിയൊക്കെ ആയി. അപ്പൊ ആ സമയത്ത് ക്ലൂഗർ മേടിച്ചു. അത് ഭയങ്കര സ്പെഷ്യൽ കാറായിരുന്നു. പിന്നെ എന്റെ വണ്ടി മേടിച്ചു. ക്യാമറി വിറ്റിട്ട് എന്റെ വണ്ടി മേടിച്ചു, സ്വിഫ്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ ക്ലൂഗർ. അത് കഴിഞ്ഞിട്ടാണ് ഒരാളുടെ കാർ വിൽപ്പന തുടങ്ങിയത്. പിന്നെ ഇല്ല അതിനു മുമ്പ് വണ്ടി മേടിച്ചു. ഓക്കെ, BMW 5 മേടിച്ചു. അത് അധികം നിന്നതേ ഇല്ല. BMW ഒരാൾക്ക്
അതിന്റെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് BMW X4 മേടിച്ചു. കാരണം അത് 5 സീറ്റർ ആയിരുന്നു. പിന്നെ നമുക്ക് 7 സീറ്റർ വേണമായിരുന്നു. X4 മേടിച്ചു. പിന്നെ എന്തിനാ നമ്മൾ X4 മേടിച്ചത്? കുറച്ച് വലിയ വണ്ടിയാണ്. പുതിയ വണ്ടി മേടിച്ചു. ശരി. അപ്പൊ 6. പിന്നെ അടുത്ത് പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒരു മറ്റേ കൺവേർട്ടബിൾ മേടിച്ചില്ലേ? വിൽക്കാനായിട്ട് മേടിച്ചതാ. വിൽക്കാനായിട്ട് അത് മേടിച്ചതാ. അത് ഒരു ഇടയ്ക്ക് ബിസിനസ് ആയിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. അത് മേടിച്ചു. അത് പിന്നെ ഇല്ല, അതിനു മുമ്പുണ്ട് കിയ സൊറന്റോന്ന് യൂസേ ചെയ്തില്ല. അതെന്തോ 6 മാസം കണ്ട് കഴിഞ്ഞപ്പോ അടുത്ത വിറ്റു. പിന്നെ പ്രാഡോ മേടിച്ചു. പിന്നെ അപ്പൊ 9 ആയി. പിന്നെ അടുത്ത് അപ്പോഴത്തേനും എന്റെ വണ്ടി വേറെ വിറ്റില്ലേ? എന്റെ മിനി കൂപ്പർ മേടിച്ചു. 10 കണ്ട, ഞാൻ പറഞ്ഞില്ലേ ആയിട്ടുണ്ട്. പിന്നെയുണ്ട്. പിന്നെ അത് മിനി കൂപ്പർ കഴിഞ്ഞിട്ടാണ് എന്റെ MG മേടിച്ചത്. അതും അധികം നിന്നില്ല. MG നിന്നില്ല, അത്ര നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്റെ ഇപ്പോഴത്തെ ഉള്ള ഈ സ്വിഫ്റ്റ് മേടിച്ചു. വീണ്ടും സ്വിഫ്റ്റിലോട്ട്. അപ്പം 12. പിന്നെ യോസ് വീണ്ടും ഉണ്ട്. പ്രാഡോ കഴിഞ്ഞിട്ട് പെട്രോൾ 13. അല്ലല്ല, സോറി, എന്റെ ഇടയ്ക്ക് ഔട്ട്ലാൻഡർ കണ്ട. ഞാൻ പറഞ്ഞ കറക്റ്റാ. 13 ഔട്ട്ലാൻഡർ, 14 ഔട്ട്ലാൻഡർ, പിന്നെ 13 ഔട്ട്ലാൻഡർ, പിന്നെ പെട്രോൾ 14, ആൻഡ് അതിപ്പോ വിറ്റിട്ട് 15th കാറാണ്. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഈ കൗണ്ടിങ് ഇല്ലാണ്ട് തന്നെ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? 15 കാർസായി. 15th കാറാണ്. ഇപ്പൊ അതാണ് പുതിയ എക്സ്ക്യൂസ്. വണ്ടിയല്ലേ മാറ്റുന്നുള്ളൂ. അത് കുറച്ച് ലൂസ് ഉണ്ട്. വണ്ടിപ്രാന്തുണ്ട്. ഇത് വണ്ടിപ്രാന്തുണ്ടെന്ന് അറിഞ്ഞില്ല. അപ്പൊ എനിവേസ് പുതിയ വണ്ടി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ വഴിയെ കാണാം. It's going to be your last ride in this petrol. Why? Because the petrol is going. Vishwa's dead. He's going to be sad or happy. It's like one final ride വേണമായിരുന്നു. അതിന്റെ അടുത്തതാ. പട്ടസല്ല. Better things are coming. പിന്നെ ഭാര്യയെക്കാൾ ഇഷ്ടമായിരുന്നു ഈ വണ്ടി. അയ്യടാ. Dada says he likes the car more than me. Nonsense. Dada, do you like the car more than me? No. അപ്പോൾ ബൈ. ഈ വണ്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ പഴയ ചൈൽഡ്ഹുഡൊക്കെ ഓർക്കുന്നത്. ഞങ്ങൾക്ക് നാട്ടിൽ വെച്ചിട്ട് ഞങ്ങൾക്കൊരു സ്കൂട്ടറായിരുന്നു ഉണ്ടായിരുന്നത്, കാറില്ലായിരുന്നു. പിന്നെ ഞാൻ കോളേജിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്കും അപ്പയ്ക്കും അമ്മയ്ക്കും എല്ലാവർക്കും കൂടെ ചേർന്ന് സ്കൂട്ടറിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. പിന്നെ ഞാൻ അടിയുണ്ടാക്കിയാണ് ഫൈനലി നമ്മൾ വീട്ടിലോട്ട് വണ്ടി മേടിക്കുന്നത്. ഞാനാണെങ്കിൽ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കാത്ത ഒരു കൊച്ചായിരുന്നു. അപ്പോൾ ഇത് ചോദിച്ചത് അത്രയ്ക്ക് അത്യാവശ്യം വന്നുകൊണ്ടാണ്. ആൻഡ് അത് എത്ര അടി ഉണ്ടാക്കിയെന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിവേസ് അന്ന് ഞാൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്. അപ്പോൾ വേറെ ഒന്നും വേണ്ട, 4 ചക്രവും മേളിലൊരു റൂഫും മാത്രം മതി, ഒരു വണ്ടിക്ക് വണ്ടി വേണം, അത്ര മാത്രം മതി എന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ വണ്ടിയുടെ കോൺസെപ്റ്റ് അത് തന്നെയാണ് കേട്ടോ. നമുക്ക് പേർപ്പസിന് വേണ്ടിയിട്ട് ഓടിക്കാനൊരു വണ്ടി മതി എന്നാണ് ഇപ്പോഴും എൻ്റെ ഒരു കോൺസെപ്റ്റ് വണ്ടിയുടെ. പക്ഷേ ലിജോയ്ക്ക് അങ്ങനെ ഒന്നും അല്ല. ലിജോയ്ക്ക് ശരിക്കും ഒരു വണ്ടി എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രൗഡായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ആളുടെ ഐഡൻറ്റിറ്റിയുടെ വലിയൊരു പാർട്ടാണ്. ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെയാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെയാണല്ലോ. ബട്ട് ഈ ഒരു ഡിഫറൻസ് ഇൻ പെർസ്പെക്റ്റീവ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതാ വണ്ടിയുടെ ന്യൂ ഓണേഴ്സ് വന്ന വണ്ടി ഇതാ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ബൈ ടു ദ പെട്രോൾ ആൻഡ് ലെറ്റ് ദ ന്യൂ ചാപ്റ്റർ ബിഗിൻ. അപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടി കിട്ടുന്ന ദിവസമാണ്. ഫൈനലി നമുക്ക് കോള് വന്ന് വണ്ടി കിട്ടുന്ന ദിവസമായിട്ട്. ആൻഡ് ദ പെർഫെക്റ്റ് ടൈമിങ് ഈസ് ലിജോയുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ നമുക്ക് വണ്ടി കിട്ടുകയാണ്. സോ ദാറ്റ്സ് ജസ്റ്റ് വർക്ക്ഡ് ഔട്ട് പെർഫെക്റ്റ്ലി. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ വണ്ടി എടുക്കാനായിട്ട് പോവാം. റൈറ്റ്, ലെറ്റ്സ് ഗോ. ഇവിടെ ഒരാൾക്ക് എക്സൈറ്റ്മെൻറ്റ് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പോവാം. നമ്മുടെ കാർ സീറ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. നമ്മൾ പോകുന്നത് ഊബറിലാണ്. അപ്പോൾ പിന്നെ ഒരുമിച്ച് നമുക്ക് തിരിച്ചു വരാമല്ലോ. സോ വി ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദ ഊബർ ടു കം. നല്ലതകത്ത് വെച്ചിട്ട് അവന് സീറ്റ് ബെൽറ്റ് ഇട്ടാ പോരെ. ഇവൻ്റെ അങ്ങ് വെച്ചേക്കാം.
ഇവിടെ നോർമലി പിള്ളേർക്ക് ഇരിക്കണമെങ്കിൽ കാർ സീറ്റ് മാൻഡേറ്ററി ആണ്. പക്ഷേ ഊബർ, ടാക്സി അതുപോലത്തെ ഹയേർഡ് കാർ സർവീസസിന് കാർ സീറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബിക്കോസ് നമുക്ക് എപ്പോഴൊന്നും കാർ സീറ്റ് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെ മടിയിൽ അവർക്ക് ബെൽറ്റ് ഇട്ട് ഇരിക്കാം. ഓഫ് കോഴ്സ് കാർ സീറ്റ് ഉണ്ടെങ്കിൽ എക്സ്ട്രാ സേഫ്റ്റിയാണ്, പക്ഷേ ഇങ്ങനെ വേണേലും ഇരിക്കാം. അപ്പോൾ നമ്മൾ ഊബറിലാണ് നമ്മുടെ ഷോറൂം വരെ പോകുന്നത്. അപ്പോൾ പിന്നെ 2 വണ്ടി എടുക്കാതെ ഒരൊറ്റ വണ്ടിയിൽ നമുക്ക് ഒരുമിച്ച് ഡ്രൈവ് ചെയ്ത് തിരിച്ചു വരാമല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഷോറൂം എത്തി ഫോർ ദ ന്യൂ കാർ. അവിടെ ചെന്നപ്പോൾ തന്നെ കാർ റെഡിയാക്കി അവർ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കാണാം. എനിക്ക് വയ്യ. ഇവിടെ ഓൾറെഡി റെഡി ടു ഡെലിവർ അല്ലേ? എനിക്ക് വയ്യ. ഇങ്ങനെയുണ്ട്. ആൻഡ് യു മാച്ചിങ് വിത്ത് കാർ ഓൾസോ. കള്ളൻ അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നായിരിക്കും. ഇതാണ് നമ്മുടെ വണ്ടി. My pants are matching with it. Yeah, it is. അടിപൊളി. Do you like it, Zara? Do you like it? Do you like a car? I want one. Which one? I want to have a white one. White car? The white car ഇവിടെ ഒന്നും ഉണ്ടാക്കാനാ. We have a black car now. The old one was white car. Now we have black car. Okay? You like this one? How about you, Zazu? Do you like this car? Yes, can we buy it? We are buying it. Done. Let's buy it. അവർ ഓൾറെഡി നമ്മുടെ പേഴ്സണൽ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞു. കാരണം രജിസ്ട്രേഷൻ എല്ലാം നമ്മുടെ വണ്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഏതാന്ന് പറയാം. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ബട്ട് ഇറ്റ് ഈസ് ദ Fortuner. തൊടല് നമ്മുടെ വണ്ടി ഡെലിവർ ആയിട്ടുണ്ട്. Fortuner. ഞാൻ ബാക്കി ഡീറ്റെയിൽസ് അതിലേക്ക് പറയും. കാരണം ബാക്കി ഡീറ്റെയിൽസ് ഒന്നും തന്നെ അറിയില്ല. നമ്മുടെ ഏജൻസി വരെ വെയിറ്റ് ചെയ്യാണ്. പുള്ളി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഡെലിവറി തരിക. ബാക്കി പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞില്ല. അപ്പം ഇന്നിപ്പം ഡെലിവറി Hey, you like it? Yeah. He was on the 1 year and I was Sorry, yeah, I was going to say, what was that fine? Yeah. Yeah, he was 2 last time he came. One? Yeah, 2. 2 years. So, There's loads of stuff to sign. okay, Yeah. okay. ഒഫീഷ്യൽ കുറച്ച് പേപ്പർ വർക്കും കഴിഞ്ഞാൽ നമുക്ക് പോവാം. Yes, yep. That there as well. Signature there, yep. അങ്ങനെ ഒഫീഷ്യൽ കീ ഹാൻഡ് ഓവർ കഴിഞ്ഞു. ഇവിടെ കാറ് തരുന്നെന്ന് പറയുമ്പോഴത്തേനും പ്രത്യേകിച്ച് ഡെക്കറേഷനൊന്നും ഇല്ല കേട്ടോ. കീ തരിക, നമ്മൾ പേപ്പേഴ്സ് സൈൻ ചെയ്യുക, പിന്നെ ബാക്കി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ളതായതുകൊണ്ട് അങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻസും ഈ കാർ ഡെലിവറി ടൈമിൽ ഉണ്ടാവാറില്ല. പക്ഷെ ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്നത് നമുക്ക് നാട്ടിൽ അവർ തരുന്ന ആ കേക്കും ചോക്ലേറ്റും ഭയങ്കര സെലിബ്രേഷനും ഒക്കെയാണ്. ഇവിടെ അതൊന്നുമില്ല. നമ്മൾ ഈ ബ്രെഡൊക്കെ മേടിക്കാനായിട്ട് കടയിൽ പോകുന്ന പോലെ സാധനം മേടിക്കുക, തിരിച്ചു വരിക, അത്രയും ഐശ്വര്യമായിട്ട് കന്തയൊക്കെ ഇട്ട് കയറിക്ക. നമ്മുടെ 15 വണ്ടിക്കും ഉള്ള എന്തായാലും കൊന്ന മാറിയിട്ടില്ലല്ലോ. അത് തന്നെ ഭാഗ്യം. വണ്ടി മാറിയിട്ടുണ്ടെങ്കിലും
പുതിയ വണ്ടി ബാക്കിയുള്ള തന്തയാ. And then coming home with us. ഇങ്ങനെതാ വണ്ടി കിട്ടി. തിരിച്ച് ടൊയോട്ടയിലോട്ട് കൊണ്ടിരിക്കുന്നു. തിരിച്ചെന്തിനാ ടൊയോട്ട പോകുന്നത്? അല്ല, തിരിച്ച് ടൊയോട്ടയിലോട്ട്. നമ്മള് കുറെ വണ്ടികൾ എടുക്കും. അങ്ങനെ ബാക്ക് ടു ടൊയോട്ട, ബാക്ക് ടു സർക്കിൾ. ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് വണ്ടി ടൊയോട്ട അല്ലായിരുന്നോ? ക്യാമറി ബ്ലാക്ക് ആയിരുന്നു. അല്ല, ക്യാമറി ഞാൻ പറഞ്ഞത്. അവിടെ മുതൽ ടൊയോട്ടയുടെ ലോയൽറ്റി തുടങ്ങി. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ടൊയോട്ട എന്ന് പറഞ്ഞാൽ വണ്ടി ഡീസന്റാ. എന്ന് വെച്ചാല് സർവീസ് ലോ ആണ്, പിന്നെ റീസെയിൽ വാല്യൂ വളരെ ഹൈ ആണ്. നമ്മൾ മേടിച്ച പല വണ്ടികളിലും നമുക്കിപ്പോ മനസ്സിലായ കാര്യം റീസെയിൽ വാല്യൂ എക്സ്ട്രീംലി ഹൈ ആണ് ടൊയോട്ടയ്ക്ക്. വിശ്വസിക്കാം, എന്ന് വെച്ചാൽ കൂടെ നിൽക്കും, വിശ്വസിച്ച് കൂടെ നിർത്താൻ പറ്റിയ സാധനമാണ്. സോ അങ്ങനെ. പക്ഷെ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? സെയിം നമ്മുടെ പ്രാഡോ ഓടിക്കുന്ന സെയിം ഫീലിംഗ്, സെയിം എഞ്ചിൻ അല്ലേ. ഈവൻ നല്ല ഹൈറ്റും ഉണ്ട്. ലൈക്ക് നമുക്ക് ഹൈറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ലെഗ് സ്പേസും ഒക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. But what made you choose Fortuner? ഞാൻ തപ്പിയത് പ്രാഡോയാ, പുതിയതല്ല, 150 പ്രാഡോ. പക്ഷെ അത് എന്റെ ഇഷ്ടത്തിന് ഒത്തു വന്നില്ല. ലൈക്ക് കുറെ മൈലേജ് പറഞ്ഞ വണ്ടി. അല്ല, പക്ഷെ ഇപ്പം പുതിയ ഫോർച്യൂണർ മേടിക്കാനുള്ള റീസൺ എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിപ്പോ എന്റെ കോണ്ടാക്ട് വിളിച്ചു പറഞ്ഞപ്പോ ഒരെണ്ണം അവർക്ക് അവൈലബിൾ ആയിരുന്നു. ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെറ്റ്, 6 month വെയിറ്റിംഗ് ആണ്. ആൻഡ് ഇറ്റ്സ് എ ലാസ്റ്റ് വേരിയന്റ്. ഇനി വരാൻ പോകുന്നത് പുതിയ ഫോർച്യൂണർ നെക്സ്റ്റ് ഇയർ ഓർ ഇയർ ആഫ്റ്റർ. So I wanted to get it because we didn't want to wait 6 months. And I didn't want to buy a second hand car again. ഇവിടെ പൊതുവെ അങ്ങനെയാ. നമ്മുടെ പ്രാഡോ മേടിച്ചപ്പം 9 months ആണ് നമ്മൾ വെയിറ്റ് ചെയ്ത വണ്ടി കിട്ടാൻ തന്നെ. ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് 9 months. ദാറ്റ്സ് ഓൾസോ ബിക്കോസ് അന്ന് കോവിഡ് എല്ലാം കഴിഞ്ഞിട്ട് മറ്റേ എന്തോ ഒരു പാർട്ട് ഇല്ലായിരുന്നോ, അത് അവൈലബിൾ അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് കീസ് അവൈലബിൾ, അതുകൊണ്ട് ഷിപ്പിംഗ് അവർ നിർത്തി വെച്ചേക്കായിരുന്നു. അതുകൊണ്ടും കൂടെ ആയിരിക്കും അത്രയും ഡിലേ വന്നത്. പക്ഷെ ഇത് നമുക്ക് വേഗം കിട്ടിയല്ലോ, 2 weeks 3 weeksനുള്ളില്ല. പക്ഷെ അത് ലാസ്റ്റ് സ്റ്റോക്ക് അവൈലബിലിറ്റി ഉണ്ടായിരുന്ന. അത് സെയിൽ ഫോൾ ത്രൂ ആയി. അവരുടെ വേറെ ആരോ മേടിച്ച അവരുടെ ഫൈനാൻസ് റെഡി ആയിട്ട്. അപ്പൊ നോർമലി അവർ ഇങ്ങോട്ട് ഷിപ്പ് ചെയ്യുന്നത് കൺഫേംഡ് ഓർഡർ ഉണ്ടായി കഴിയുമ്പോഴാ. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത് സംഭവം വരാനായിട്ട്. ഇതിപ്പം മറ്റേ ബയർ എന്തോ ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് അവിടെ ഒരു അവൈലബിലിറ്റി വന്ന് നമുക്ക് കിട്ടിയതാ. ബട്ട് മൊത്തത്തിൽ നല്ലൊരു കംഫർട്ടബിൾ ഇല്ല. പക്ഷെ ഐ ലൈക്ക് ബ്ലാക്ക്. ഫോർച്യൂണർ എന്ന് പറഞ്ഞാൽ എന്റെ മൈൻഡില് ബ്ലാക്കാ. ചില വണ്ടികളുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ഒരു കളർ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ കിയ ആണെങ്കിൽ വൈറ്റ് ആണ്, അല്ലെങ്കിൽ BMW ആണെങ്കിൽ വൈറ്റ് ആണ്. പക്ഷെ ഫോർച്യൂണർ ഹാസ് ടു ബി ഐ തിങ്ക് ബ്ലാക്ക്. എന്നാലും ഒരു ലുക്ക്. ഒരേ ഓപ്ഷൻ നമുക്ക് ചോയ്സ് ഉണ്ടായിരുന്നു, ഫുൾ ഓപ്ഷൻ. I like the camera though. Camera, it's so important. Like നമ്മൾ റിവേഴ്സ് ഒക്കെ ചെയ്യുമ്പം ക്യാമറ ഇല്ലാത്തപ്പോ ഭയങ്കര നമ്മളൊരു ബ്ലൈൻഡ് ഫീലിംഗ് ആ. ലൈക്ക് ഇതിപ്പം ഫുൾ 360 ക്യാമറയുണ്ട്. എനിക്കിതിന്റെ ഈ ഒരു ഫീച്ചർ ഇഷ്ടപ്പെട്ടു. എവറി ടൈം നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പം ക്യാമറാസ് ഓൺ ആകും. സോ നമുക്ക് കാണാൻ പറ്റും സൈഡിൽ ഏത് വണ്ടിയുണ്ട്. 360 ക്യാമറയാണ്. 360. ആൻഡ് ഓൾസോ ഇത് കൂൾ ബോക്സ്. ഇത് ആക്ച്വലി കൂൾ ബോക്സ് അല്ലേ, നമുക്ക് തണുത്ത സാധനങ്ങളുടെ അകത്ത് വെച്ചാല് തണുപ്പ് വരുന്നുള്ളൂ. കാരണം ഇവിടെ ഡയറക്റ്റ് ആണ് ഇതിന്റെ ഇത് വരുന്നത്, AC വരുന്നത്. ഇത് തന്നെയാ ഉറപ്പാ. അത് കൊള്ളാം. Ryan, Zara, do you like the car? Yeah? Cool. Which car is this? Toyota, which one? Fortuner. She doesn't care, does she? She doesn't care. അപ്പൊ യെസ്, അങ്ങനെ ഫൈനലി വണ്ടി കിട്ടി. That's about it. And ഇനിയിപ്പം അവർ തന്നെ പറഞ്ഞു യു ഹാവ് ടു ഗോ ലോങ് ഡ്രൈവ്സ്, യു ഹാവ് ടു ഗോ 4-wheel ഡ്രൈവിംഗ്. അതൊക്കെ ഇനിയും ഉടനെ നടക്കട്ടെ അല്ല, എല്ലാം നടക്കും. അത് തന്നെ. അപ്പൊ യെസ്, that's about it. Thank you for watching. Bye. Bye.